ഈ നീറ്റ് പരീക്ഷ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ വർഷം തന്നെ 22 ലക്ഷം പേരാണ് നീറ്റ് ഓൾ ഇന്ത്യ തലത്തിൽ അറ്റൻഡ് ചെയ്തത്. നമുക്കറിയാം അതിൻ്റെ സീറ്റ് 1,29,000 സീറ്റാണ് MBBSനുള്ളത്. പിന്നെ തുടർന്ന് താഴോട്ട് BDS, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, BAMS, BHMS, ഇങ്ങനെ കുറച്ച് കോഴ്സും കൂടെ, ഫിഷറി സയൻസ്, ഇങ്ങനെ ഒരു 6-7 കോഴ്സും കൂടെ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കാണും, അതും കിട്ടാത്തവർ കാണും. എന്തായാലും ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്യുന്നവരും രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നവർക്കും തന്നെ ഈ നീറ്റ് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. കുറേ പേര് പുറത്താവും. അവരൊക്കെ എംപവർ ചെയ്യാൻ വേണ്ടി അവർക്ക് ഗ്ലോബലി ഉറപ്പായിട്ടും മികച്ച ജോലി കിട്ടുന്ന 7 ഏരിയകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ കോഴ്സുകൾ പരിചയപ്പെടുത്തുന്നത് പല കുട്ടികളും ബയോളജിയിൽ വലിയ താല്പര്യമെടുത്താണ് നീറ്റ് എഴുതുന്നത്. പക്ഷേ നീറ്റിൽ ഈ കോഴ്സുകളൊന്നും കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചിലപ്പം സാങ്കേതിക മേഖലയിലോട്ടോ അല്ലെങ്കിൽ അതായത് എഞ്ചിനീയറിംഗ് മേഖലയിലോട്ടൊക്കെ പലരും പോകുന്നുണ്ട്. അത് അവർക്ക് അത്ര ഇഷ്ടമൊക്കെ കാണത്തില്ല, അത്രയും കംഫർട്ടബിളും ആകുന്നൊന്നുമില്ല. ബയോളജി തന്നെ വേണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ 7 മേഖലകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബയോളജിക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത്. അപ്ലൈഡ് ബയോസയൻസ് മേഖലയാണ്. ലോകത്ത് എവിടെ ചെന്നാലും ജോലി കിട്ടും. ഇതിൽ ആദ്യത്തെ കോഴ്സ് മെഡിക്കൽ മൈക്രോബയോളജിയാണ്. ഒരു MSc മെഡിക്കൽ മൈക്രോബയോളജി പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും നിങ്ങൾ ഒരു പക്ഷേ PhD എടുക്കാമെങ്കിൽ നല്ലതാണ്, എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പ് പറയുകയാണ് ഞാൻ. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി ഒരു PhDയും എടുക്കാം. ധാരാളം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ PhD സൗകര്യമുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഫാക്കൽറ്റിയോ ഒരു സയൻറ്റിസ്റ്റോ ഉറപ്പായിട്ടാകും. ഗ്ലോബലി ഒരു കരിയർ ഈ മെഡിക്കൽ മൈക്രോബയോളജി ഉറപ്പാക്കും. വേണമെങ്കിൽ ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ മൈക്രോബയോളജി എടുത്തും ഈ രംഗത്തേക്ക് പോകാൻ കഴിയും. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ, ജോലി ഉറപ്പാകുന്ന ഏരിയ, MSc വൈറോളജിയാണ്. MSc വൈറോളജി പഠിക്കാൻ പല കുട്ടികളോടും പറയുമ്പോൾ BSc വൈറോളജി ചോദിക്കും. BSc വൈറോളജി വേണ്ട, BSc ബയോടെക്നോളജിയോ BSc ബയോകെമിസ്ട്രിയോ BSc ഏതെങ്കിലും ബയോസയൻസ് ഏരിയ, ബോട്ടണി, സുവോളജി ഒക്കെ എടുത്താലും മതി, മൈക്രോബയോളജി ഒക്കെ എടുത്താലും മതി. നിങ്ങൾക്ക് MSc വൈറോളജി ചെയ്യാം. MSc വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പൂനെയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അല്ലാതെ ഒരു 7 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 7 കോളേജിലും കൂടെ യൂണിവേഴ്സിറ്റിയിലും കൂടെ നിങ്ങൾക്ക് MSc വൈറോളജി കിട്ടും. മിക്കവാറും ഉള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തിരുവനന്തപുരത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ജോലി ഉറപ്പാക്കാം. അല്ലെങ്കിൽ ലോകത്തെ എല്ലാ സ്ഥലത്തും തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ പോലും നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കാം. പറ്റുമെങ്കിൽ ഈ കോഴ്സുകൾ MSc കഴിഞ്ഞിട്ട് ഒരു പെയ്ഡ് ഇൻറ്റേൺഷിപ്പ്, അത് മിക്കവാറും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ, അതുപോലെ തന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ തന്നെ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ചിലപ്പം നോൺ പെയ്ഡായിട്ടും കിട്ടും, ചിലപ്പോൾ അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. എങ്കിലും ഒരു പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ലോകത്തെല്ലാം ഉള്ളൊരു പൊതുവേ ഉള്ളൊരു ഓർഡറാണ്. നിങ്ങൾക്ക് വൻ കമ്പനികളിൽ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഒരു ഗ്ലോബൽ കരിയർ വൈറോളജി MSc കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നേടാൻ കഴിയും. മൂന്നാമത്തെ ഏരിയ, ജോലി ഉറപ്പാകുന്ന ഏരിയ മെഡിക്കൽ ബയോകെമിസ്ട്രിയാണ്. മെഡിക്കൽ ബയോകെമിസ്ട്രി അപ്പോൾ ധാരാളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെല്ലായിടത്തും. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും, ഇന്ത്യ പുറത്തൊക്കെ തന്നെ. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ലബോറട്ടറി, നമ്മുടെ നാട്ടിൻപുറത്ത് പോലും അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ലാബ് വരെയാണ്. അപ്പോൾ അവിടെ എല്ലാം തന്നെ വൻ ജോലി സാധ്യത ഉള്ളൊരു വിഭാഗമാണ് മെഡിക്കൽ ബയോകെമിസ്റ്റിൻ്റെ ജോലി. അവിടെ ഹെൽത്ത് കെയർ സെക്ടറിൽ നല്ല ജോലിയാണ്. ലോകത്തെല്ലാ സ്ഥലത്തും പോയാലും, നിങ്ങൾ ഓസ്ട്രേലിയയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, UK അയർലൻഡിലാവട്ടെ, ന്യൂസിലാൻഡിലാവട്ടെ, GCC കൺട്രീസിലാവട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു PhD ഇല്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാം. നിങ്ങളെ റെസ്യൂമെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ മതി, ഉറപ്പായിട്ട് ജോലി കിട്ടും. ക്ലിനിക്കൽ ലാബിൽ സയൻറ്റിസ്റ്റായിട്ട് കിട്ടും, അതുപോലെ തന്നെ ബയോകെമിസ്റ്റായിട്ട് കിട്ടും. തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഡസ്ട്രിയിലെ അവിഭാജ്യ ഘടകമാണ് ഈ വിഭാഗം. അതുകൊണ്ട് തന്നെ ജോലി ഉറപ്പാണ് ഗ്ലോബലി. ഇനി അടുത്ത 4ാമത്, കമ്പ്യൂട്ടർ സയൻസും ബയോളജിയും വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. അവർക്ക് പോകാൻ കഴിയുന്ന ഒരു മേഖല ആണ് അടുത്തത്. അത് MSc ബിഗ് ഡേറ്റ ബയോളജിയാണ്.
ഈ MSc എന്ന് പറയുന്നത് MSc പഠിച്ചാലേ ജോലി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് MSc ബിഗ് ഡേറ്റ ബയോളജി എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് ബയോ സയൻസിലും ഒരു ഡിഗ്രി ചെയ്താൽ മതി. ബയോടെക്നോളജി നല്ലതാണ്, മൈക്രോബയോളജി നല്ലതാണ്, ബയോ കെമിസ്ട്രി നല്ലതാണ്, ബോട്ടണി സുവോളജി എല്ലാം നല്ലതാണ്. അത് കുറച്ച് പഴയ ട്രഡീഷണൽ കോഴ്സാണെന്നേ ഉള്ളൂ. അപ്ലൈഡ് ബയോ സയൻസ് കോഴ്സ് വളരെ നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MSc ബിഗ് ഡേറ്റ ബയോളജി എടുക്കാം. അതിന് ഇബാബ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ബയോളജി എന്നുള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ബാംഗ്ലൂരുണ്ട്. മാത്രമല്ല മറ്റ് ചില ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് പോലുള്ള സ്ഥലങ്ങളിൽ തന്നെ ഈ കോഴ്സുണ്ട്. പിന്നീട് പ്രധാനപ്പെട്ട ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും തന്നെ ബിഗ് ഡേറ്റ ബയോളജി ഉണ്ട്. ഇനി ഒരു പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളുടെ ബയോ ഇൻഫർമാറ്റിക്സ്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട്. അവിടെ DNA പ്രൊഫൈലിംഗ് ഉണ്ട്, MSc. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലും ഹെൽത്ത് ഇൻഡസ്ട്രിയിലും ഇൻഫർമാറ്റിക്സിൽ ഒരു ജോലി കരസ്ഥമാക്കാം. പറ്റുമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളൊരു PhD കൂടി ചെയ്യുക. ഗ്ലോബലി നിങ്ങൾ വലിയ ഒരു ഫാക്കൽറ്റി ആകാൻ കഴിയും, നിങ്ങളൊരു സയൻറ്റിസ്റ്റ് ആവാൻ കഴിയും. അത്രമാത്രം സാധ്യതയാണ്, അത്രമാത്രം പൊട്ടൻഷ്യലുള്ള ഒരു മേഖലയാണ് ബിഗ് ഡേറ്റ ബയോളജി, ബയോ ഇൻഫർമാറ്റിക്സ്. ജെനറ്റിക്സിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുകയാണ്. ജീൻ മാനിപ്പുലേഷൻ, DNA സയൻസിലൊക്കെ വൻ സാധ്യതകൾ ഇപ്പോഴുണ്ട്. നമ്മുടെ 5ാമത്തെ ഏരിയ MSc ജിനോമിക്സ് ആണ്. ചിലരൊക്കെ കേട്ട് കാണാം. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ്, കേരളത്തിലെ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡാണല്ലേ, അവിടെ ജിനോമിക്സ് എന്നുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ PhD ചെയ്യാം. ജെനറ്റിക്സ് ചില യൂണിവേഴ്സിറ്റികളിലുണ്ട്. പക്ഷേ ജിനോമിക്സ് ആണ് കൂടുതൽ റിസർച്ചൊക്കെ ചെയ്യാൻ കഴിയുന്നവരും വിദേശത്തൊക്കെ പോകാൻ കഴിയുന്നവർക്കും. ജെനറ്റിക്സ് ആണോ ജിനോമിക്സ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ജിനോമിക്സ് ആണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ജെനറ്റിക്സേ കിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കഴിവുകൊണ്ട്, സ്കില്ല് കൊണ്ട് നിങ്ങൾ ഈ മേഖലയിൽ നല്ലൊരു ഉത്തരവാദിത്തമുള്ളൊരു ജോലി ഉറപ്പായിട്ട് കരസ്ഥമാക്കാൻ കഴിയും. അത്രമാത്രം റിസർച്ചിന് സാധ്യതയുള്ള ഒരു മേഖലയാണ് ജിനോമിക്. ജീൻ മാപ്പിങ്ങിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ജെനറ്റിക്സും ജിനോമിക്സും ഉറപ്പായിട്ട് ഒരു ഗ്ലോബൽ കരിയർ കരസ്ഥമാക്കും. PhD ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GCC കൺട്രീസിലും യൂറോപ്പിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലും ഉറപ്പായിട്ടൊരു കരിയർ കരസ്ഥമാക്കാൻ കഴിയും. നമുക്ക് പലർക്കും അധികം പരിചയമില്ലാത്തൊരു മേഖലയാണ് ഈ സോഷ്യൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. ഇവിടെ പോകാനായിട്ട് നമുക്ക് നല്ലൊരു കോഴ്സുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ഡൽഹിയിലും അതുപോലെ തന്നെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തും ഉള്ള ഒരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇതൊരു MPH എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. MPHൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നടത്തുന്നുണ്ട്. സവിത യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, കസ്തൂർബ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ഈ കോഴ്സുണ്ട്. ധാരാളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ MPH ഉണ്ട്. ഈ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്തിൽ ഇന്ത്യ പിന്നീട് നമുക്ക് ധാരാളം സോഷ്യൽ പിന്നീട് ഇതിന് ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്നവർ, അതുപോലെ തന്നെ പല NGO, ഹെൽത്ത് ഓർഗനൈസേഷൻസിൽ പോലും നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് റെസ്യൂമെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ, കഴിവുണ്ടെങ്കിൽ, ചിലപ്പോഴൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും WHO പോലും നിങ്ങൾക്കൊരു പ്രൊഫഷണലാകാം MPH കൊണ്ട്. ഇതിൽ രണ്ടുണ്ട്. ഒന്ന് പിന്നെ ക്ലിനിക്കൽ MPHും അതുപോലെ നോൺ ക്ലിനിക്കലും ഉണ്ട്. ഒരു പക്ഷേ മെഡിസിൻ പാസ്സായവർ, MBBS കഴിഞ്ഞവർ പോകുന്നുണ്ട്. MBBS ഇല്ലാത്തവർക്കും നോൺ ക്ലിനിക്കൽ പിന്നെ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഉണ്ട്. തീർച്ചയായിട്ടും ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാ രാജ്യത്തുണ്ട്. പ്രത്യേകിച്ച് പിന്നെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും UK ഒരുപാട് ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട്. ഇവർ ബയോ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആകാം, അതുപോലെ തന്നെ ഹെൽത്ത് പോളിസി അനലിസ്റ്റ് ആകാം, സർക്കാരിൻ്റെ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ആകാം. അങ്ങനെ ഒരുപാട് ജോലികൾ ഇവരെ ഏൽപ്പിക്കും. പലപ്പോഴും ഒരു എപ്പിഡമിക്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവരുടെ ആവശ്യം വളരെ വലുതാണ്. ഈ മേഖലയിൽ ഹെൽത്തിൽ തന്നെ നിൽക്കാനായിട്ട് ഈ ഒരു പക്ഷേ MBBS കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു ബയോ സയൻസിൽ മികച്ച ഒരു യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ ചേരുക. അവസാനത്തെ നമ്മൾ 7ാമത്തെ ഏരിയയാണ്. MBBS കിട്ടിയില്ലെങ്കിലും ചിലരൊക്കെ മനസ്സിൽ ഇങ്ങനെ ഡോക്ടർ മോഹം പൂവണിഞ്ഞില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ കരുതുമല്ലോ. അവർക്ക് വേണ്ടി കൂടിയുള്ള ഒരു കോഴ്സാണ് MSc ക്ലിനിക്കൽ എംബ്രിയോളജി. ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോലെ തന്നെ നിങ്ങൾക്ക് IVF ക്ലിനിക്കിലും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ബയോളജി സെക്ഷനിലൊക്കെ തന്നെ ജോലി ചെയ്യാൻ വൻകിട ഹോസ്പിറ്റലിൽ ധാരാളം പോസ്റ്റുണ്ട്. പക്ഷേ ഇത് പഠിച്ച് ഇത് പരിശീലിപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും വളരെ വിരളമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളേ ഉള്ളൂ.
BSc ഏത് ബയോസയൻസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോബയോളജി, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി, ബയോടെക്നോളജി ഒക്കെ നല്ല കോഴ്സുകളാണ്. ഇതിന് ക്ലിനിക്കൽ എംബ്രിയോളജി മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മികച്ച ചില യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MSc ക്ലിനിക്കൽ എംബ്രിയോളജി കഴിഞ്ഞവർക്ക് എവിടെയാണ് ജോലി എന്നാണ്? ലോകത്തെല്ലാ സ്ഥലത്തും IVF ക്ലിനിക്കുകളുണ്ട്. കുട്ടികളുണ്ടാകാൻ താമസിക്കുന്നവർക്ക്, ജനിക്കാൻ താമസിക്കുന്നവരുടെ ട്രീറ്റ്മെൻറ്റ് കേന്ദ്രമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇവർക്ക് ഹൈ ഡിമാൻഡാണ്. 1-2 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് വിത്ത് 1 or 2 ഇയർ എക്സ്പീരിയൻസ് കൂടെ കഴിഞ്ഞിട്ട് GCC കൺട്രീസിലാവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, അമേരിക്ക ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, ഇനി ഇന്ത്യയിൽ തന്നെയും നിങ്ങൾക്ക് ഹൈ പാക്കേജിൽ നല്ല അന്തസ്സുള്ള ഒരു ക്ലിനിക്കൽ ജോബ് തന്നെ ക്ലിനിക്കൽ എംബ്രിയോളജി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ 7 ഏരിയയ്ക്ക് പുറമെ ധാരാളം കോഴ്സ് ഉണ്ടെങ്കിൽ ഈ ഏരിയ ജോലി ഉറപ്പാക്കും. ഒരുപക്ഷെ നിങ്ങൾ PhDക്ക് പോയില്ലെങ്കിൽ പോലും ജോലി ഉറപ്പാക്കും. ഉറപ്പായിട്ട് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും മുന്നോട്ട് വരിക. ഒട്ടും വിഷമിക്കേണ്ട. നീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായത്തിനുണ്ട്. താങ്ക് യു.